ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എറണാകുളത്താണ്. ഇപ്പം നമ്മൾ ആലുവയിലാണ്. നമ്മൾ എറണാകുളത്ത് കുറച്ച് പരിപാടികളായിട്ട് വന്ന കുറച്ച് ഷോപ്പിങ്ങും ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പം നമുക്കിപ്പം നമ്മളിവിടെ അനന്തോണ്ണനുണ്ട്. നമ്മൾ അനന്തോണ്ണനൊരു ഫോൺ വാങ്ങിക്കണം. പിന്നെ നെക്സ്റ്റ് വീക്ക് നമുക്കൊരു കല്യാണമുണ്ട്. അപ്പോൾ അതിന് കുറച്ച് ഡ്രസ്സ്, കല്യാണം കഴിക്കാൻ പോകുന്ന കാവ്യക്കൊരു ഗിഫ്റ്റ്, അങ്ങനെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് ഉണ്ണിയെ പിക്ക് ചെയ്തിട്ട് കാണാം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഉണ്ണിക്കുട്ടനെ പിക്ക് ചെയ്യാൻ വന്നു. ഉണ്ണി എന്തി? ഉണ്ണിതോ എത്തി ഗൈസ്. മന്ദ ഓടി വാടക നടന്ന് പതുക്കെ. രാവിലെ യൂട്യൂബർ പരിപാടി തുടങ്ങി. വെൽക്കം ടു മൈ ബ്ലോഗ്. അറിയോ അഭിഷേകനെ ഒന്ന് വിളിക്കടേ. അല്ല, നമ്മള് പോയി പിക്ക് ചെയ്യണം പുള്ളിയെ. അഭിഷേക് വന്നിരിക്കുകയാണ്. അഭിഷേക് ഹെൽമെറ്റ് കൊണ്ട് ഹെൽമെറ്റ് കൊടുത്തു വിടുക കേട്ടോ. എപ്പോഴും ബാഗുണ്ട്. എവിടെ പോയാലും ബാഗുണ്ട്. ഈ സാധാരണ ഈ ടെക്കുകളൊക്കെ എപ്പോഴും ലാപ്ടോപ്പ് കൈ കൊണ്ട് നടക്കുന്നവര് ഈ ബാഗ് കൊണ്ട്. പക്ഷെ ബാഗിനകത്ത് എന്തുമായിരിക്കും? ഇന്നെന്തു ബാഗിനകത്ത്? ഇന്ന് ഇവന് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലല്ലോ. എന്തിനു ഇവൻ ബാഗ് കൊണ്ട് വന്നേ? ചിലപ്പോ ഇനി ഹോട്ട് വീൽസ് വാങ്ങിക്കാൻ വേണ്ടി ആയിരിക്കും മിക്കവാറും. എന്ത് ഇതെന്ത് ചെയ്യും? എന്തു ഇതിനു മാത്രം ചെയ്യുന്നത്? അവനെ ഇപ്പൊ ഇത് കഴിയും പെട്ടെന്ന് പോകാന്നുള്ള രീതിയിൽ അവൻ നിന്നതാ കേട്ടോ. ഒരഞ്ഞു പോകും കേട്ടോ. എന്തോ കാര്യമായിട്ട് ഉദ്ദേശിക്കുന്നു. അതിന്റെ അടി പോകും. ആ മറ്റവന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അടിച്ചിട്ടെങ്ങാണ്ടോ നടന്നു കണ്ണൊക്കെ വിരിഞ്ഞ് തന്നെയാണ്. എടാ ഈ ഹെൽമെറ്റ് അവന്റെ തലയിലോട്ടങ്ങനെ വെച്ചിട്ട് മറ്റേത് കൈ തൂക്കിട്ട് അല്ല ഇത് കൈ തൂക്കിട്ടോ. അവൻ പറയുന്നുണ്ട് നീ മതിയടാ അഭിഷേക്. അത് ഒരഞ്ഞു പോകുന്നു കേട്ടോ. അത് തട്ടിയിരിക്കുന്നത്. അധികം എടുക്കാൻ പറ, കാറി വെക്കാന്ന് പറ. അധികം എടുത്തോ. എന്തുപോലെ എടാ അതിങ്ങ എടുക്ക്. നമുക്ക് ഇവിടെ ഇത് വെക്കാം, വണ്ടി വെക്കാം. എന്തുണ്ടോ എന്തൊക്കെ കാര്യങ്ങളാ. നിന്റെ പെർഫോമൻസ് കണ്ടോണ്ട് ഞാനങ്ങ് പറഞ്ഞ. ബൈ ബ്രോ. നിങ്ങളുടെ മഴക്കോട്ട് എനിക്ക് ആവശ്യമുണ്ടോ? എടാ ഇത് ഇതിന്റെ സ്ഥിരം വെച്ചിരുന്നേ ഞാൻ ഓഫീസിൽ. എടാ അവനാണോ മറ്റേ മെഡിക്കൽ റപ്പ്? അല്ലല്ല, മെഡിക്കൽ റപ്പൊക്കെ കാണാറില്ല. അടിച്ച് പെരുത്ത് എവിടെ നീ ബാഗ് എടുത്ത് എന്തിനാടാ? എടാ ഒരു സാധനം മേടിക്കുന്നുണ്ട്. വിശപ്പുണ്ടോ? വിശപ്പുണ്ട്. ഉണ്ണിയെന്താ കഴിച്ചടാ രാവിലെ? 4 പുഴുങ്ങിയ മുട്ട. ഞാൻ കണ്ണന്റെ റൂമിൽ നിന്ന് രാവിലെ ഇത് വാങ്ങുള്ളൂ. ഞാൻ ഇന്നലെ വേറെ കൂട്ടുകാരന്മാരുടെ റൂമിലോട്ട് അവിടെ പറഞ്ഞത് ഈ സിനിമ കാണാന്ന് പറഞ്ഞ് എന്നെ വിളിച്ച്. ഇടിയും ചെയ്യും. ഞാൻ വെറുതെ ഷൂട്ട് ചെയ്തെന്ന് വിചാരിക്കരുത്. ഞാൻ ഇത്ര ചീത്ത വിളിച്ചത് അതുകൊണ്ടാണ്. സംഭവം മറ്റേ എന്തുവാ കാന്ത സിനിമ കാണാന്ന് പറഞ്ഞു. റൂമിലോട്ട് ചെന്നു. 9 മണിയായി, 10 മണിയായി. ടിക്കറ്റും ഇല്ല, പടവും ഇല്ല. വട്ടത്തിലും നീളത്തിലും. പിന്നെ അവിടെ ഇരുന്ന് പുറത്ത് ഫുഡ് കഴിച്ച് വെറ്റിലേമ്പൊക്കെ ചോദിച്ചോണ്ടിരുന്നു. നമ്മള് ലുലുവിൽ വന്നിരിക്കുകയാണ്. നമുക്ക് ലുലുവിലാണ് കേറി
ഏത് പടത്തിലെ ഷോപ്പിംഗ് നോർത്ത് ഇന്ത്യയിൽ ചെയ്യേണ്ടത് വൈദ്യുതി കാണത്തില്ല. വൈദ്യുതി വേണ്ട. അല്ല, രാവിലെ എന്താണ് പരിപാടി? രാവിലെ ഒരു ഐഫോൺ 17 എനിക്ക് വിശക്കുന്നു. നീ കഴിച്ചില്ലേ? പിന്നെന്തോ? എടാ ഞങ്ങളെല്ലാം കഴിച്ചു. ഞാനും കഴിച്ചില്ല കേട്ടോ. നിനക്ക് ഇതിനകത്തുനിന്നാണ് എന്തെങ്കിലും പറയണ്ടേ. 4 മുട്ട കഴിച്ചു. ജ്യൂസ് അടിക്കില്ല. ആ. നീ വാങ്ങിച്ചോ? ഏയ്, പൈസ ഐഫോൺ 16 17 എടുക്കാനുള്ള പൈസ ഉണ്ട്. ജ്യൂസ് വാങ്ങിക്കാനുള്ള പൈസ നമ്മള് ലുലുവിനകത്തേക്ക് എത്തിയിരിക്കുകയാണ്. കേറുവാണെങ്കിൽ അവർക്ക് ഇവിടെ കുറച്ച് റേറ്റ് കുറവുള്ള ഹോട്ടലുണ്ട്. ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചേക്കുക. അപ്പൊ നിങ്ങൾ ഇന്ന് വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് നിങ്ങളെല്ലാം വിളിച്ചോണ്ട് ഹോസ്പിറ്റലിൽ പോകാന്ന്. ഇവനെ വിളിച്ചപ്പോൾ പറയാ അങ്ങനെ ഇവിടെ സമയമൊന്നുമില്ല, ഇവർക്ക് വേറെന്തോ വലിയ വലിയ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ പരിപാടി ഒന്നുമില്ല. ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കാല്ല. എന്നാ പിന്നെ ഹോസ്പിറ്റലിൽ കൂടെ നല്ല മുടിയാടാ. ഹോസ്പിറ്റലിൽ മുടി വെട്ടാനാണോ? മുടി വെട്ടാനല്ല, മുടി കാണിക്കാനാ. നല്ല മുടിയാ, കട്ട് ചെയ്യണ്ടത്. പക്ഷെ നിനക്ക് മുടി വെട്ടണമല്ലോ. ഇത് വെട്ടണം. ആദ്യം നമ്മളെന്ത് റിസോർട്ട് വാച്ചാണോ നമ്മൾ ആദ്യം നോക്കുന്നത്? നമ്മൾ ആദ്യം ഇവിടെ പോന്നെ കഴിക്കാൻ വാങ്ങിക്കുവാണോ ആദ്യം? ഓക്കെ. അപ്പൊ നമ്മള് ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മള് ചെറിയൊരു പർച്ചേസ് നടത്തി. അപ്പൊ അതിന്റെ ബില്ലില്ല. ബാക്കി അവരെല്ലാം അങ്ങോട്ട് വേറെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനൊക്കെ ആയിട്ട് പോയി. അപ്പം നമുക്ക് ഒരുപാട് വേറെ പർച്ചേസ് ചെയ്യേണ്ടതുകൊണ്ട് നമുക്ക് ഒരുപാട് നേരം സമയം കളയാൻ പറ്റാത്തതുകൊണ്ട് ഞാനിവിടെ ക്യൂവിൽ നിന്നു. അപ്പോൾ അവർ പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ബില്ലടിക്കാം. സാംസങ്ങിൻ്റെ സ്റ്റോറിൽ വന്നിരിക്കുകയാണ്. അപ്പം ഇതെന്താണ് ഐറ്റം? ബ്രോ ഇതെന്താ സംഭവം? ഇതോ? ഇത് പ്രൊമോഷൻ ഇതെന്താ സംഭവം? എന്ത്? ഓ ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചേക്കും. ഇതെങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുന്നു? എങ്ങനെ ചെക്ക് അഭിഷേക് എങ്ങനെ ചെക്ക് ചെയ്ത്? ഇത് വെച്ചിട്ട് എങ്ങനെ ചെക്ക് ചെയ്യുന്നത്? എന്ത് സംഭവം? എടാ ജമി ഓണാക്കി. ഓ അതാ സിമ്പിൾ സംഭവം. ഇത് ഫോട്ടോ എടുത്തിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജമി പറഞ്ഞു തരും. ആപ്പിളിന്റെ സ്റ്റോറിൽ വന്നിരിക്കുകയാണ്. ഓളാസിയോ പെട്ടെന്ന് ഇറങ്ങാം. ഐഫോൺ വെച്ചാൽ ചെയ്യില്ല. അല്ല ഇത് ഐപാഡ് അല്ലേ? ഐപാഡാണ്. ഇത് മറ്റേ എക്സ്ട്രാ കീബോർഡ് മാത്രമേ വരുന്നത്. ഇത് ഇത് ടച്ചാടാ ശരിക്കും. ഇത് മാറ്റിയിട്ട് ഐപെൻ എനിക്കറിയാം. ഇത് ഏതാ സീരീസ്? അത് ഐപാഡ് എയർ 11 ഇഞ്ച് 74,000. ഉപയോഗിക്കാത്തതിന്റെ എല്ലാ പ്രശ്നങ്ങളും ആരെയും വിളിക്കടേ. അവർക്കറിയാം നമ്മൾ ഇത് നോക്കത്തേ ഉള്ളത്. വാങ്ങിക്കത്തില്ലെന്നോ? വാങ്ങിക്കുമെങ്കിലോ? നീ സ്വൈപ്പ് ചെയ്തടാ. ക്ലിക്ക് ചെയ്തെങ്കിലും ക്ലിക്ക് ചെയ്യും. പെന്നിനകത്തൊരു കൺട്രോൾ ഉണ്ട്. പെന്നില് കൺട്രോൾ കാണത്തില്ല. അല്ല യെസ് ഒരു മിനിറ്റ് ജസ്റ്റ് കൺട്രോൾ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം S10 അല്ല മറ്റേ സാംസങ്ങിന്റെ ഏത് വരണം ഇതിനകത്തുണ്ട്. ഇതുണ്ട് തൊടുന്നില്ല. ഇത് എനിക്ക് തോന്നുന്നു മറ്റേ വയർലെസ് ചാർജിങ്ങിന്റെ ഒരു ഇല്ല, നമുക്ക് വേറെ മറ്റേ ഷോപ്പിൽ പോവാം, ഐപ്ലാനറ്റിൽ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എടുത്തില്ല, വേറെ നോക്കാം. ഇതോ ഇത് കൊള്ളാം. ഈ സാധനം ഈ സാധനം എങ്ങനെ വരാം? ഇത് നയിച്ചേരോ? എടാ ഇത് മതിയേ, കൊള്ളാം, നൈസ്. അങ്ങനെ വെച്ച് നോക്കി അറിയാൻ പറ്റും. ശരി, ഇട്ട് നോക്കാൻ പറ്റത്തില്ല.
മറ്റേതിനേക്കാൾ കൊള്ളാം കേട്ടോ. എടാ ഇത് ഇത് മുണ്ടിന്റെ കൂട്ടാ, പക്ഷെ നൈസ് ആയിരുന്നു. കുഴപ്പമില്ല, സ്മോളോ മീഡിയോ കുഴപ്പമില്ല, ഏതായാലും കുഴപ്പമില്ല. പക്ഷെ അഭിഷേക് ഇതെടുക്കുന്നോ? എനിക്ക് ഇത് നോക്കണം, ന്യൂ ബാലൻസിന്റെ ഷൂസ് നോക്കണം. ഞാൻ വരുന്നു. ലെൻസ് കാർട്ട് മേടിച്ചായിരുന്നു? ഇല്ല, അന്ന് വാങ്ങിച്ചില്ല, ഒന്നും വാങ്ങിച്ചില്ല. വാങ്ങിക്കാൻ വേണ്ടി കയറുന്നു. ആ, ന്യൂ ബാലൻസിന്റെ ഇഷ്ടപ്പെട്ടില്ല. 15 EMI ഇട്ട് അടക്കാവുന്നതേ ഉള്ളൂ നമുക്ക്. പക്ഷെ ഇത് നൈസ് ആയിരുന്നു കേട്ടോ. 10,000. Hey guys. ന്യൂ ബാലൻസിന്റെ ഒരുപാട് പ്രീമിയം കളക്ഷൻ ഐറ്റംസ് ആണ്. കൊള്ളാം, നൈസാണ്. അങ്ങനെ നമ്മള് ന്യൂ ബാലൻസിന്റെ നോക്കിയിട്ട് ഇറങ്ങി. നമ്മളിപ്പം iPlanet എത്തിയിരിക്കുകയാണ്. അനന്തോടനെ iPhone 17 നോക്കാൻ. ഓ സോറി 16. മയിലാടും പറയണ്ടോ? അതിനകത്ത് പിന്നെ അത് അമ്പലപ്പുഴ ആറാട്ടുപുഴ ആയിരിക്കും. അമ്പലപ്പുഴ ആറാട്ടുപുഴ ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഒരു ഇടവഴി അല്ല, ആന്റെ മെയിൻ റോഡിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോ റേഷൻ കട വരും. ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് വന്ന് സമയങ്ങൾക്ക് ശേഷം സാധനം കിട്ടി. അൺബോക്സിങ് കാണാം. പൊട്ടിക്കടേ. ആരൊക്കെ ഉണ്ടായിരുന്നല്ലേ? ശ്രീകാണ്ടോ? ഇല്ലില്ല, ഓണാക്ക്. ഇപ്പൊ ഹലോ എന്ന് എഴുതി കാണി. എല്ലാ ഭാഷയിലും എഴുതി കാണിക്കൂടെ? എല്ലാ ഭാഷയിലും. അഭിഷേക് ഐഫോണില് ഓരോരോ ഐഫോൺ കാണിക്കാവോ? സെറ്റിങ്സ് അല്ല, ഫോണിൽ അങ്ങനെ ഐഫോൺ സെറ്റാക്കി. എന്നിട്ട് നമ്മള് കാവ്യക്ക് സാരി എടുക്കാൻ വന്നിരിക്കുകയാണ്. നമുക്ക് സാരി നോക്കാം. കാവ്യക്ക് എടുക്കാൻ പോകുന്ന സാരി നമ്മള് ഈ സാരി സെലക്ട് ചെയ്ത് നമ്മളെ ഫോറം
അങ്ങനെ രാവിലെ തുടങ്ങിയ വ്ളോഗ് ഏതാണ്ടൊരു 8-9 മണിക്കൂർ ഫുൾ തെണ്ടിത്തിരിഞ്ഞ് അലഞ്ഞ് തിരിഞ്ഞ് ശോകമായിട്ട് അങ്ങനെ ലാസ്റ്റ് നമ്മള് നമ്മുടെ ഒരു നാട്ടിലെ ഫ്രണ്ടുണ്ട് കൊച്ചണ്ണനെ കാണാനായിട്ട് ഫോറം മോളിൽ വന്നേക്കും. കൊച്ചണ്ണ ഇതുവരെ വിളിച്ചിട്ടില്ല. കൊച്ചണ്ണ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. അപ്പം നമുക്ക് മുകളിലോട്ട് ചെന്നിട്ട് നോക്കാം കൊച്ചണ്ണനെ കാണാൻ പറ്റുമോ എന്താണ്. കൊച്ചണ്ണനെ വിളിച്ചായിരുന്നോ കൊച്ചണ്ണനെ വിളിച്ചായിരുന്നു? അയാൾ ഇന്നുണ്ടോ? നാട്ടിൽ പോയെങ്കിലും വരതില്ലയോ? ശരി. അപ്പൊ ഇവിടെ കൊച്ചണ്ണൻ ഇവിടെ എന്തായാലും ഉറപ്പാ. നമുക്ക് അകത്ത് കയറിയിട്ട് നോക്കാം. കൊച്ചണ്ണനെ തപ്പി നടക്കിയ കൊച്ചണ്ണൻ ഇവിടെ 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 ഉണ്ടെന്നറിയാം. ഇവിടെ എവിടാണെന്ന് മാത്രം അറിയത്തില്ല. നമ്മൾ കൊച്ചണ്ണനെ കണ്ടിട്ട് കൊച്ചണ്ണൻ നമ്മൾ സർപ്രൈസ് കൊടുക്കും. കൊച്ചണ്ണൻ സർപ്രൈസ് ആവുന്നതാണ് നിങ്ങൾ ഇനി എക്സ്ക്ലൂസീവ്ലി കാണാൻ പോകുന്നത്. കൊച്ചണ്ണൻ സർപ്രൈസ് ആയില്ലെങ്കിലും അഭിഷേക് കൊച്ചണ്ണൻ സർപ്രൈസ് ആയില്ലെങ്കിൽ വ്ളോഗിൽ ഇടാൻ പറ്റത്തില്ല ഈ വീഡിയോ. ഇതുവഴി ഇങ്ങനെ കറങ്ങി നടക്കണം നമ്മൾ ഇനി അങ്ങ് അറ്റം വരെ അല്ലേ? ഇവിടെ അല്ലേ? അപ്പുറത്താണോ? വാ അപ്പുറത്തോട്ട് പോ. അറിയത്തില്ലല്ലോ. കൊച്ചണ്ണൻ സർപ്രൈസ് വരെ വന്നേ. വ്ളോഗാ സർപ്രൈസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞെട്ടിയോ? ഞങ്ങളിങ്ങനെ ഇറങ്ങി മൊത്തം. എടാ ഇവിടുന്ന് ഏറ്റവും നല്ല സാധനം ഏതാ നമുക്ക് കഴിക്കാൻ പറ്റി? ഫ്രീയാ? അങ്ങനെ ഒന്നും പറ്റത്തില്ലല്ലോ. നോക്കടാ അഭിഷേക് ഏതാ നല്ലത്? ലൈവിൽ വന്നിട്ട് ആൾക്കാരുടെ സജസ്റ്റ് ചെയ്യാൻ പറയാം. കസ്റ്റർഡ് ബ്രൗൺ ഹോട്ട് ചോക്ലേറ്റ് ക്രംബിൾ ക്ലാസിക് ട്രീ ലെമൺ ഷോപ്പ്. എന്താ അങ്ങനെ അഭിഷേക്? ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് കൊച്ചണ്ണനെ കണ്ട് അവിടെ നിന്ന് സാധനമൊക്കെ വാങ്ങിച്ച് നമ്മൾ ഫോറം മാളിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മളിനി ഇന്നത്തെ ലോങ് ഡേ കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് പോവാം. നാളെ സൈറ്റ് വിസിറ്റ് ഉണ്ട്. നമ്മൾ സൈറ്റൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് കൊല്ലത്തേക്ക് പോകും. അപ്പം പുതിയൊരു വ്ളോഗായിട്ട് കാണുന്നവരെ ബൈ.